കർത്താവിന് മഹത്വം. എല്ലാ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർ എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 33 വരെയുള്ള ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മെയിൻ സെഷനുകളിൽ ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് നമ്മൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ ആ ഭാഗത്ത് തന്നെയാണ് നിൽപ്പാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനും ജോളിയും വിവാഹം കഴിഞ്ഞിട്ട് 42 വർഷം കഴിയുന്നു. ദൈവം എന്നോട് കരുണ ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നത് ഞാൻ ഈ പരസ്യവേദിയിലും സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അത് ദൈവഹിതപ്രകാരമുള്ള ഒരു വിവാഹമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 23 വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ ഇരുവരും കല്യാണം കഴിക്കുന്നത്. I am just 2 months elder to my wife. ഞങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നേരിട്ട് എന്നോട് ഇടപെട്ടു. ഇത്രയും മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ: ഞാനാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തത്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ്. വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു നല്ല വിശ്വാസി അല്ലായിരുന്നു. ഞാൻ ഗൾഫിലാണ് അധികം കാലവും ജീവിച്ചത്, അവിടെ ജോലി ചെയ്തു. ഞാൻ ഈ പറയുന്ന സുവിശേഷങ്ങൾ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. ഒരു നാമധേയ പെന്തക്കോസ്റ്റൽ രീതിയിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ my wife was literally shocked. എൻ്റെ പേരൻസിന് ആ നാട്ടിൽ നല്ല പേരുണ്ട്. മൈ ഫാദർ വാസ് എ വെരി നൈസ് മാൻ, എ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയിൽ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ആരും ചിന്തിക്കത്തില്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എൻഗേജ്മെൻ്റ് നടക്കുമ്പോഴും അതിന് മുൻപുള്ള സംഭാഷണങ്ങളിലും ഒന്നും ആക്ച്വലി നമ്മൾ ആരാണെന്ന് ആർക്കും പിടികിട്ടത്തില്ല. It is when you start living together, you will come to know the harsh reality, the truth. ഇപ്പം എൻ്റെ വൈഫിനെ സംബന്ധിച്ചോളം അങ്ങനെയായിരുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണെങ്കിലും ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് സ്പിരിച്വൽ തിങ്സ്. അപ്പോൾ ഇവള് ചെയ്തത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും അത് പ്രയോജനമാകട്ടെ. ലോകത്തിലെ ഒരു മനുഷ്യനോടും ഒന്നും പറഞ്ഞില്ല, എന്നെ കുറ്റപ്പെടുത്തിയുമില്ല. ഷീ ജസ്റ്റ് കെപ്റ്റ് ഓൺ ലവിങ് മീ and she started praying to the Lord. എനിക്കറിയത്തില്ല ജോളിയുടെ സാക്ഷ്യത്തിൽ ഇത് പറഞ്ഞു എന്ന്. ഇവൾ അന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഒരു പ്രസംഗം എൻ്റേത് കേട്ടിട്ട്, ലോർഡ് ടേക്ക് മീ ഹോം. ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ പ്രസംഗിക്കുവാനും അവൾക്കത് കേൾക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പലയിടങ്ങളിൽ യാത്ര ചെയ്യുവാനും ശുശ്രൂഷിക്കാനും ദൈവസഭ പയനറി ചെയ്യുവാനും ദൈവം പിൻകാലങ്ങളിൽ ഭാഗ്യം ഒരുക്കി.
എൻ്റെ കൺവെർഷൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെയും ദൈവം എന്നോട് ഹൃദ്യമായി ഇടപെട്ട് ഒരു ലൈഫ് ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആമുഖമായി ഞാൻ ഒരല്പം പറയണം. അല്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് എ വെരി ഗുഡ് വേ. കൂടുതൽ കാര്യങ്ങൾ കുറ്റപ്പെടുത്താതെ, ലഹളയിട്ട് വഴക്കുണ്ടാകാതെ, കൂട്ടിച്ചേർത്തവനിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അവിടുന്ന് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. വിവാഹം ഭയങ്കരമായ പിശാചിൻ്റെ അറ്റാക്കുകളിലൂടെ പോകുന്ന കാലഘട്ടമാണ്. ഇവിടുത്തെ സ്ഥിതികൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വരുന്ന കേരളത്തിൽ I am literally shocked. ഞാനൊരു ലോക്കൽ പാസ്റ്റർ എന്ന നിലയിൽ കുടുംബങ്ങളുമായിട്ട് വ്യക്തിപരമായി ഇടപഴകുമ്പോൾ ഞാൻ സ്റ്റണ്ടാകാറുണ്ട്. ഹൗ ക്യാൻ ക്രിസ്ത്യൻസ് ബിഹേവ് ലൈക്ക് ദിസ്? അല്പം കൂടെ കടത്തി പറഞ്ഞാൽ, പെന്തിക്കോസുകാർക്ക് ഇങ്ങനെയും പ്രവർത്തിക്കാൻ ഒക്കുമോ? അപ്പൊ ഇതിൻ്റെ എല്ലാം റൂട്ടെന്ന് പറയുന്നത് ശക്തമായ നിലയിൽ പിശാചിൻ്റെ പോരാട്ടമുണ്ട്. ഞാൻ ഒരു സെഷനിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സഭയ്ക്ക് മുമ്പ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നീടാണ് സഭ. ഈ 2 കാര്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിലാണ് വെളിപ്പാടുള്ളത്. വിവാഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടില്ലാതെയാണ് വിവാഹ ബന്ധത്തിൽ നമ്മൾ ഏർപ്പെടുന്നതെങ്കിൽ we will be shaken. അടിസ്ഥാനമില്ലാതെ പണിയപ്പെടുന്ന ഭവനം ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം വീഴും. പിന്നെ ചിലര് കുടുംബങ്ങളൊക്കെ നിമിത്തവും അവരുടെ എക്സ്റ്റൻഡഡ് ഫാമിലിയൊക്കെ നിമിത്തം സെപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം ഒരു വീട്ടിലാണെങ്കിലും പലപ്പോഴും മിണ്ടാതെ ഉരിയാടാതെ നടക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, without a proper understanding from the word of God, we will never ever live a Christian family life that is pleasing to God. ദൈവം ആണ് കുടുംബത്തെ ഡിസൈൻ ചെയ്തത്. He is the heavenly designer. അവിടുന്ന് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത് അത് മുഴുവനും അവിടുത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഒരു പേജിലോ 10 പേജിലോ അല്ല. ഇറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് ദ സ്ക്രിപ്ചേഴ്സ്. മാതാപിതാക്കളോട് ഞാൻ പറയാം, വെഡിങ് ഡേ, എൻഗേജ്മെന്റ് ഡേ, ഇതൊക്കെ ഭയങ്കരമാണ്. നമ്മുടെ ആളുകളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പൊട്ടിക്കും. സൂട്ടുകൾ ഇടുക, മറ്റേത് മറിച്ചത് എന്ന് വേണ്ട ഭയങ്കര അലങ്കാരമൊക്കെ. ഈ ചെറുക്കനും പെണ്ണിനും ഇതെന്തോ സംഭവം എന്ന് പോലും അറിയാമോ? ഒന്നും അറിഞ്ഞുകൂടാ. അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, കടപ്പാട് എന്താണ്, ദൈവം അവരിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണ് അറിഞ്ഞുകൂടാ. എന്നിട്ട് പോയി കല്യാണം കഴിക്കും. 2-ാം മാസം തൊട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കും. എടാ ഒന്നും ചെയ്യല്ലേടാ, എടി മോളെ പോകല്ലേടി, ഇതും പറഞ്ഞ് നടക്കുക. ഒരു കുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു മാസമേ അവരുടെ ജീവിതം മുന്നോട്ട് പോയുള്ളൂ. ഞാൻ ആ കുട്ടിയോട് ഒരു പാസ്റ്റർ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചു, എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഷീസ് എ ക്വാളിഫൈഡ് ഗേൾ. എന്നോട് പറഞ്ഞത് കേൾക്കണം, I did not know that marriage was so serious. ഞാൻ സ്റ്റണ്ടായി പോയി. വാട്ട് ഈസ് ഷീ ടോക്കിംഗ്? എന്താണ് ഈ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള, ബൈബിൾ അറിയാമെന്ന് പറയുന്ന, ആത്മനിറവുള്ളെന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്.
ഇതാണ് ഇന്നത്തെ ട്രെൻഡ്. കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടുത്തെ സ്ഥിതി എനിക്കറിയത്തില്ല. ഇവിടെയും ദൈവത്തിൻ്റെ വചനമാണ് ഭരിക്കേണ്ടത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കുന്നത്, വേദപുസ്തകം ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 33 വരെയുള്ള വചനം വിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ പ്രബന്ധം നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയും. എന്നാൽ ഈ ടെക്സ്റ്റ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ 18-ാം വാക്യം, 5-ന്റെ 18-ാം വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്നിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഈ 5-ന്റെ വെളിച്ചത്തിലാണ് 5-21 മുതൽ കുടുംബജീവിതം, 5-21 മുതൽ 33 വരെ, 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ മാതാപിതാക്കൾ മക്കളുമായിട്ടുള്ള ബന്ധം, 6-5 മുതലുള്ള വാക്യങ്ങൾ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, എല്ലാ റിലേഷൻഷിപ്സും ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നമ്മുടെ പലരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്താണ്? നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് കൈയടിക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, പ്രൈസ് ഗാഡ്. പക്ഷെ ഇങ്ങനെയുള്ളവരുടെ കുടുംബജീവിതം തകരുന്നുണ്ടല്ലോ. എനിക്ക് നേരിട്ടറിയാം. വാതോരാതെ അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ വീട്ടിൽ തമ്മിൽ നല്ലതുപോലെ അടിക്കും. വാട്ട്സ് ദിസ് ഹോളി സ്പിരിറ്റ് ഫില്ലിംഗ്? അപ്പൊ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കൈയടിക്കുന്നതിന് ഞാൻ വിപരീതമല്ല, വിരോധമല്ല. ഒച്ച വെക്കുന്നതിൽ ഞാൻ വിരോധമല്ല. ഇഫ് ഇറ്റ് ഇസ് റിയലി ഇൻസ്പയർഡ് ബൈ ദ സ്പിരിറ്റ്, ഫൈൻ, ഗുഡ്. പക്ഷെ ഈ ആത്മാവിൽ നിറയുക എന്ന ആ വാക്ക് നിങ്ങളൊന്ന് ഒഴുകി, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ആ വാക്ക് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ശരിക്കും ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുക. Be continuously filled with the Spirit, daily filled with the Spirit. അപ്പൊ ആത്മാവിന്റെ സ്നാനം ഒരിക്കൽ ഉണ്ടായി, പ്രത്യക്ഷ അടയാളമായി അന്യഭാഷ കിട്ടു, that's good. But daily being filled with the Spirit, അത് ഒന്ന് ശ്രദ്ധിക്കണം. What do you mean filled with the Spirit? ഇപ്പൊ ചിലർ ഇങ്ങനെ ആളുകളെ മുന്നോട്ട് വിളിച്ച് തലക്കിങ്ങനെ അടിക്കും, ഫിൽ 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 ഫിൽ. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ അവരുടെ ചിന്തയിൽ ഇതാണ്, ഒരു കുപ്പിക്കകത്ത് ഇതാ വെള്ളം നിറയ്ക്കുന്നു, നിറഞ്ഞ് 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 ഇത് അപ്പുറത്തേക്ക് വരുന്നു, അതുപോലെ ഫിൽ ഫിൽ ഫിൽ. അതല്ല അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. ഫിൽഡ്, കണ്ടിന്യൂസ്ലി ഫിൽഡ് എന്നതിന്റെ അർത്ഥം how much the Holy Spirit will have of me. എന്റെ ആളത്വത്തെ മുഴുവനുമായി സമ്പൂർണമായി ആത്മാവിന് ഞാൻ വിധേയപ്പെടുന്ന അനുഭവമാണ് to be filled with the Spirit. അന്യഭാഷയിൽ സംസാരിക്കുന്നതോ കൈയടിക്കുന്നതോ ഇതൊന്നുമല്ല വിഷയം. പക്ഷെ അതിൽ നമ്മൾ പരിമിതപ്പെടുത്തുമ്പോൾ ഈ റിലേഷൻഷിപ്സിന്റെ മേഖലകളിൽ നമുക്ക് തോൽവി സംഭവിക്കും. ഒരല്പം അഭിപ്രായ വ്യത്യാസം, ഒരല്പം പ്രശ്നമുണ്ടായി, നല്ല ചൂട്ട മറുപടി അല്ലയോ നാക്കയിലോട്ട് വരുന്നത്. അതൊന്ന് നിയന്ത്രിക്കണമെങ്കിൽ ആന്തരികമായ ഒരു സൂപ്പർ നാച്ചുറൽ ബലം വേണം. ആ നാക്ക് ആ ബലത്തിന്, ആത്മാവിന്റെ ശക്തിക്ക് വിധേയപ്പെടണം. ദാറ്റ്സ് മൈ പോയിന്റ്. അതാണ് ആ വാക്യം പറയുന്നത്.
ഈ ഒരു വാക്യത്തിന് ശേഷമാണ് ഈ റിലേഷൻഷിപ്സിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം 19-ാം വാക്യം. അപ്പൊ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും. അപ്പൊ ആത്മാവ് നിറയുന്ന, കണ്ടിന്യൂസ് ആയിട്ട് നിറയുന്ന ഒരാളിന് അൺസ്പീക്കബിൾ ജോയ് ഉണ്ടായിട്ടുണ്ടോ ഈ അനുഭവം? സങ്കീർത്തനങ്ങള്, സ്തുതികള്, ആത്മീക ഗീതങ്ങള്, ഇതെല്ലാമാണ് വാ കൊണ്ട് പറയുന്നത്. രണ്ടും ആത്മനിറവിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവിടെ കാണുന്നത്. എന്നിട്ട് 20-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുക. ആത്മനിറവാണോ? എ ഹാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒന്ന് എക്സ്പ്രഷൻ ഓഫ് ജോയ്. ആ വാക്കുകൾ കട്ടിവാക്കല്ലേ, നോയികെ. എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. അതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാ. ഓക്കെ, ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്തോത്രമൊക്കെ ചെയ്യാം. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാറ്റിനുമായും, what kind of life is that? That's the spirit-filled life. ഇതാണ് സൂപ്പർ നാച്ചുറൽ ലൈഫ്. എന്നിട്ട് 21-ാം വാക്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അത് കുടുംബജീവിതത്തിന് മാത്രമല്ല, ചർച്ചിൽ സഹോദരങ്ങൾ എല്ലാവരും തമ്മിൽ പരസ്പര ബഹുമാനം, താഴ്മയിൽ മ്യൂച്വൽ സബ്മിഷൻ. അത് നടക്കുമോ? പിന്നെ അവന് ഞാൻ കീഴ്പ്പെടണമെന്ന്, ഞാൻ ആരാന്നറിയാമോ, എൻ്റെ വീട് ഏതാണെന്നറിയാമോ? ആത്മനിറവുണ്ടെങ്കിൽ ഇത് നടക്കും, അല്ലേ നടക്കത്തില്ല. നോക്കിയ ലൈഫ്, Paul in the spirit defining the Christian walk. അപ്പൊ ആത്മ നിറഞ്ഞ ജീവിതം എന്നത് സന്തോഷത്തോടെ പാടുന്നതും നന്ദി പറയുന്നതും പരസ്പരം കീഴടങ്ങി ജീവിക്കുന്നതുമായ ഒരു ജീവിതമാണ്. Why don't we think this way? ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ, Lord, fill me with your Holy Spirit. I want to live this kind of life. It is possible by the power of the Holy Spirit. By submission, അല്ലെങ്കിൽ കീഴ്പ്പെടുക എന്ന് 21-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, എല്ലാ ബന്ധങ്ങളിലും എല്ലാ വിശ്വാസികളുടെയും അനുഭവ മണ്ഡലത്തിലുള്ള ഒരു പൊതു തത്വമാണ് പരസ്പരം വിധേയപ്പെടുക. എന്നിട്ട് അവിടെ നിന്നാണ് 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഭാര്യമാരോടുള്ള ബന്ധത്തിൽ ഈ വാക്ക് എടുത്തു പറയുന്നത്. 3 വട്ടം എടുത്തു പറഞ്ഞിട്ടുണ്ട്, കീഴടങ്ങിയിരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭാര്യ ഭർത്താവിന് കീഴടങ്ങുന്നത് ഭാര്യ ഭർത്താവിനേക്കാൾ ഇൻഫീരിയർ ആയിട്ടല്ല. ദൈവത്തിന്റെ മുൻപിൽ the husband and the wife തുല്യരാണ്. പിന്നെ എന്താണ് കീഴ്പ്പെടുക, കീഴടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ, ദൈവം ഭാര്യയ്ക്ക് വച്ചിരിക്കുന്ന ഫങ്ഷണൽ റോളാണത്. ഞാൻ സഹോദരിമാരോടെല്ലാം പറയാം,
You want to experience fulfillment in your life? This is God's role for you. ആദമിനെ ഉണ്ടാക്കിക്കഴിഞ്ഞ ആദമിൽ നിന്നാണ് ലവ്വായെ ഉണ്ടാക്കുന്നത്. എന്തിന്? തക്ക തുണയായിട്ടിരുപ്പാൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 25 വരെയുള്ള വചനങ്ങളിലാണ് ദ ഫസ്റ്റ് കുടുംബജീവിതം നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ഡിസൈൻ നമ്മൾ കാണുന്നത്. ഹെഡ്ഷിപ്പ് ആഡമിനാ കൊടുത്തിരിക്കുന്നത്. ഇത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരിക്കും ഈ ഭാഗം ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഇപ്പോൾ ഒത്തിരി സഹോദരിമാർ ചിന്തിക്കുന്നുണ്ട്, പുള്ളി 25 മുതലുള്ള വാക്യത്തിൽ പ്രശ്നമില്ലാതെ പോയതാ, ഇതിപ്പം he has started with 22nd and he's trying to aim at us. ഞാൻ അതിൻ്റെ ഒരു പൂർണ്ണത കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 23-ാം വാക്യം, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഈ കത്ത് എഴുതുന്ന സമയത്ത് ഗ്രീക്കോ റോമൻ കൾച്ചറും ജൂവിഷ് കൾച്ചറും എടുത്താൽ അവരുടെ സഹോദരിമാരെ വലുതായിട്ട് പരിഗണിക്കാത്ത കാലഘട്ടമാണ്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, സൂചന തന്നതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതെല്ലാം റെവല്യൂഷനൈസ് ചെയ്തു. സഹോദരിമാർക്ക് ബഹുമാനം കൊടുത്തു. സഹോദരിമാരോട് റൂഡായിട്ടൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ സൊസൈറ്റിയിൽ, അവരുടെ ഇടയിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ഇടയിൽ സഹോദരിമാരുടെ സ്ഥാനം വളരെ മെച്ചപ്പെട്ടു നിൽക്കുമ്പോഴാണ് പോൾ പറയുന്നത്, യു ഗോട്ട് ടു സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്. അതതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ വാക്ക് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ കീഴടക്കുകയല്ല, കീഴ്പ്പെടുക. വോളണ്ടറിലി റെക്കഗ്നൈസിങ് ദ ഹസ്ബൻഡ് ഇസ് മൈ ഹെഡ്, അത് മനസ്സിലാക്കിയിട്ട് വിധേയപ്പെടുക. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെറ്റർ എഡ്യൂക്കേറ്റഡ് ദാൻ ദ ഹസ്ബൻഡ്, ഏർണിംഗ് മോർ മണി ദാൻ ദ ഹസ്ബൻഡ്, കമ്മിങ് ഫ്രം എ ബെറ്റർ ഫാമിലി ദാൻ ദ ഹസ്ബൻഡ്, ആൻഡ് സ്റ്റിൽ റെക്കഗ്നൈസിങ് ദാറ്റ് ദ ഹസ്ബൻഡ് ഇസ് മൈ ഹെഡ്. എന്നിട്ട് വോളണ്ടറിലി ആയി അവര് കീഴ്പ്പെട്ട് നിൽക്കുന്നു. സക്സസ്ഫുൾ ആണ്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ ദാറ്റ് വുമൻ. അല്ലാതെ ആരും ഫോഴ്സ് ചെയ്തല്ല കീഴ്പ്പെടുത്തുന്നത്. ഒരാളുടെ അവകാശങ്ങൾ സ്വമേധയാ ഉപേക്ഷിക്കുകയാണ്, എന്നിട്ട് വില്ലിംഗ് ആയിട്ട് വന്ന് സബ്മിറ്റ് ചെയ്യാണ്. ഫുൾഫില്ലിംഗ് ഗോഡ്സ് കോൾ ഓൺ ഹെർ ലൈഫ്. അപ്പൊ ഇതൊക്കെ പ്രസംഗിക്കാൻ ഈസിയാണ്, കേൾക്കാൻ സുഖമാണ്. ഇത് പ്രായോഗികമാക്കണമെങ്കിൽ we need the power of God. കാരണം ലോകത്തിൽ, നമ്മൾ താമസിക്കുന്ന ലോകത്തിൽ വേറൊന്നാ കാണുന്നത്. ഇവ കല്യാണം അല്ലല്ലോ, ലിവിങ് ടുഗദർ. നാട്ടിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നു. അങ്ങനെ ഈ കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ വളരെ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ, ഇതിന്റെ നടുവിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആത്മാവിനെ പ്രാപിച്ചു എന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾ, ഈ ലോക വ്യവസ്ഥിതിക്കെതിരെ, സിസ്റ്റത്തിനെതിരെ ആത്മനിറവോടെ പോരാടി ബൈബിൾ വിവക്ഷിക്കുന്ന ഒരു മാതൃകാപരമായ ജീവിതം നിങ്ങൾ നയിക്കണം. അല്ലെങ്കിൽ ഞാൻ എത്ര കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ, ഓ ഹൗ ദേ സഫർ. 1000 പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ ബൈബിൾ വചനം അവരുടെ മുൻപിൽ ജീവിച്ച് കാണിക്കുന്നതാണ്.
വലിയ പ്രഭാഷണങ്ങൾ നടത്താം, കുഞ്ഞുങ്ങൾക്ക് അതൊന്നും മനസ്സിലാകത്തില്ല. മമ്മി പപ്പ പറയുന്നതനുസരിക്കും. They are real friends. This is what is marriage. മാത്രമല്ല, you can present the gospel to them with your life. സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ. എന്നിട്ട് അവിടെ ഒരു പദപ്രയോഗം, കർത്താവിനെന്ന പോലെ. You do this as an act of love to the Lord. That's why you are submitting. കർത്താവിന് വേണ്ടി ഞാൻ എന്തും ഏതുമായി തീരാൻ. എന്തോ ഡയലോഗാണെന്നറിയാമോ? പെട്ടെന്ന് പറയുന്നവര് ഞാൻ രക്തസാക്ഷിയാവും. വേണ്ട, ആ കുടുംബത്തിലൊന്ന് ജീവിക്കുക, പിന്നീട് ദൈവം വിളിച്ചാൽ രക്തസാക്ഷിയാകാം. You say, you claim that you love God, you love the Lord, you love the gospel. അങ്ങനെയാണെങ്കിൽ കർത്താവിനെന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് to obey and be submissive to her husband. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ I have never ever had a rebellious attitude even for one day from my wife. Praise the Lord. അത് മിടുക്കുമല്ല ഞങ്ങളുടെ ഗ്രേസ്. ഗ്രേസ് അലോൺ. യു ക്യാൻ ലിവ് ദിസ് ലൈഫ്. ഇത് 10 പേർക്കോ 1000 പേർക്കോ ഉള്ളതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ട്രെയിൻ ചെയ്യണം. ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് ആസ് എ പാസ്റ്റർ. വലിയ ഡീക്കടിക്കുക. എൻ്റെ മോക്ക് കഞ്ഞിയും കറിയും ഒന്നും വെക്കാനും അറിയത്തില്ല, ചായ ഇടാനും അറിയത്തില്ല. അവൾ വലിയ സംഭവമാണ്. അവൾ സംഭവമല്ല. അങ്ങനെയുള്ളവരെ കെട്ടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാ. വാട്ട്സ് ദ റോൾ ഓഫ് എ വൈഫ്? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, പ്രൈമറി റോൾ ഹോം മേക്കറാണ്. നമ്മൾ കണ്ടുപിടിച്ചതാ പല കാര്യങ്ങളും. ഇതിവിടെ വന്ന് ഒരാളും പറയല നിങ്ങളോട്. ദിസ് ഇസ് മൈ കൺവിക്ഷൻ ഫ്രം ദ ബൈബിൾ. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? മോളെ, നീ നിന്റെ 2 കാലിൽ നിൽക്കണം. നീ ഇങ്ങനെ കൊച്ചിലെ തൊട്ട് പഠിപ്പിച്ച കുട്ടി ആര് പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല. പഠിപ്പിച്ച് അവിടെ കാര്യങ്ങൾ നോക്കി, അപ്പോൾ തന്നെ മോളെ, ടുമോറോ യു വിൽ ബി മാരിയിങ് സംബഡി. ഹൗ ടു ബി എ ഗുഡ് വൈഫ്, to take care of the family. ആദ്യമേ പറയും, അവിടെ പ്രായമുള്ളവരുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ ഈ കല്യാണം വേണ്ട. എന്താണിത്? will submit to no one. ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കുന്നത്, പിന്നെ ഞാൻ അവൻ്റെ തുണിയും കഴുകിയിട്ട് അവിടെ എല്ലാം തേച്ച് മടിക്ക് നടക്കണം, വേറെ ആളിനെ കണ്ടോണം. എന്നിട്ട് ഞായറാഴ്ച വന്ന് ഹീ ഈസ് ലോർഡ്. ഓ, എന്തോ അനോയിന്റിങ്ങാ. വാട്ട് ഈസ് ദിസ്? നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇറ്റ് ഈസ് ഷോക്കിംഗ്. ഇറ്റ് ഈസ് ഷോക്കിംഗ്. ഒരു ഇല്ലസ്ട്രേഷനാണ് സബ്മിഷന്റെ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. That's the illustration. ഞാൻ അവിടെ കൂടുതൽ നിൽക്കുന്നില്ല, because I have to move on. ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം.
കൊലോസ്യ ലേഖനം 3:18, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വണ്ണം കീഴടങ്ങണം. സകലത്തിലും കീഴടങ്ങുന്നതിൻ്റെ ഡെഫിനിഷൻ അതാണ്, ഉചിതമാം വണ്ണം. Not when he tells you to do something sinful, not when he takes you away from the love of Christ. നമ്മൾ വിശ്വസിക്കുന്ന ത്രിയേക ദൈവത്തിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒരു ദൈവം, 3 വ്യക്തികൾ, 3 തുല്യരാണ്. ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ ട്രിനിറ്റിയിൽ നിങ്ങൾ നോക്കിക്കേ, ഓൾ ആർ ഈക്വൽ. പക്ഷേ ഫങ്ഷനിൽ the Son submits to the Father. The Holy Spirit is sent by the Father to testify of and glorify the Son. അതാണ് സബ്മിഷൻ. Husband and wife are equal as human beings. Functional role ആണ് to be submissive to your husbands. 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. അതാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1, 25 വാക്യത്തിൽ ത്യാഗപൂർണമായ സ്നേഹം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എങ്ങനെ? He gave himself up, sacrificial love. ഇങ്ങനെയാണ് ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. ഏറ്റവും തീവ്രമായ, ഏറ്റവും ത്യാഗപൂർണമായ, ഏറ്റവും ഹംബിളായിട്ടുള്ള സ്നേഹത്തെയാണ് അഗപ്പയോ എന്ന വാക്കുകൊണ്ട് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രായോഗികമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ ചിന്തിക്കേണ്ടത്? പ്രായോഗികമായി, ഓക്കെ, ജീസസ് ഗേവ് ഹിംസെൽഫ് അപ്പ് so that he will redeem me from sin. ഹസ്ബൻഡ് എന്ത് ചെയ്യണം? ഹസ്ബൻഡിന് അങ്ങനെ രക്ഷണ്യ പ്രവൃത്തിയുണ്ടോ? ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തത്വം സ്വന്തമായി ഒന്നും വെക്കാതെ അവിടുന്ന് സ്നേഹിച്ച മണവാട്ടിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെ ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭർത്താവ്. That's where you express this sacrificial death. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി dying, അവളുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അവളെ പരിപാലിക്കുക, അവൾക്ക് അഭയം കൊടുക്കുക, സംരക്ഷിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മനിറവോടെ ചെയ്യുക. സാക്രിഫിഷ്യൽ. എൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഓ കൊള്ളാം. നോ. ഈ ഹെഡ്ഷിപ്പ് എന്നൊക്കെ പറയുമ്പം പുരുഷന്മാർക്കൊരു ചിന്തയാണ്, ഇവിടെ ഞാൻ പറയുന്നതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ, കൂടുതലൊന്നും ഇവിടെ, അങ്ങനെയൊക്കെ നമ്മളൊക്കെ പറയും. ശരിക്കും സെർവൻ ലീഡർഷിപ്പാണ് മോഡൽ. അതാണ് ശരിക്കും ലീഡർഷിപ്പ്. ഇരുപത്തിയാറ് 27 വാക്യത്തിൽ രണ്ടാമത്തെ കാര്യം ശുദ്ധീകരിക്കുന്ന സ്നേഹം. അതാണ് ഇന്ന് രാവിലെ നമ്മൾ അല്പം ഒന്ന് ചിന്തിച്ചത്. ഭർത്താക്കന്മാർ ശുദ്ധീകരിക്കുന്ന സ്നേഹം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധി നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. വചനത്താൽ മണവാട്ടിയെ ശുദ്ധീകരിക്കുക. ആ ഭർത്താവ് എങ്ങനെയാ ശുദ്ധീകരിക്കുന്നേ? ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ് ദൈവത്തിന്റെ വചന സത്യങ്ങൾ കൂട്ടാളിയായിരിക്കുന്ന സഹോദരിയോട്
പറഞ്ഞ് അവിടെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ വളരെ ഗൗരവമായ കാര്യം കേൾക്കണം. നിങ്ങളുടെ പങ്കാളിയെ അശുദ്ധമായ കാര്യങ്ങൾക്ക് വിധേയമാക്കരുത്. ഭർത്താവിന്റെ ജോലിയാണത്, ഉത്തരവാദിത്തമാണത്, ശുദ്ധീകരിക്കുന്ന സ്നേഹം. സ്കൂളിലും കോളേജിലും ഒക്കെ നടന്ന് പഠിച്ച് കാട് കയറി ചിന്തിച്ച് കല്യാണം കഴിച്ച് ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പല കാര്യങ്ങൾ നിർബന്ധിച്ചും ഒക്കെ ചെയ്യുന്നതൊരു ക്രിസ്ത്യൻ സ്നേഹമല്ല. അതിന് പകരം നിങ്ങളുടെ പങ്കാളിയെ ദൈവശാസ്ത്രപരമായതോ ആത്മീകമായതോ ധാർമ്മികമായതോ അശുദ്ധമായ കാര്യങ്ങൾക്ക് ഒന്നും വിധേയമാക്കാതെ ദൈവശാസ്ത്രപരമായ ആത്മീകപരമായ ധാർമ്മികമായ കാര്യങ്ങളാണ് അവളെ ട്രെയിൻ ചെയ്യേണ്ടത്. കുടുംബമായിട്ട് വന്നിരുന്ന് ഒരുമിച്ച് ബൈബിൾ ധ്യാനിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥന ഉണ്ടോ? എങ്ങനാ പാസ്റ്ററേ? അവള് രാവിലെ അങ്ങ് പോവും, അവള് വരുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് പോവും, കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം പോവും. We are paying a heavy price, I tell you. സ്തോത്രം. കുടുംബ പ്രാർത്ഥനയിൽ എനിക്കൊരു കുടുംബത്തെ അറിയാം. അവരുടെ മക്കളൊക്കെ ഇരുത്തി ഞായറാഴ്ച കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അവരൊരുമിച്ചിരുന്ന് അത് ചർച്ച ചെയ്ത് ആ കുഞ്ഞുങ്ങളുടെ അകത്തതിടും. ഞാൻ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് ഇപ്പൊ തൽക്കാലം പോകുന്നില്ല, സമയം അത് അനുവദിക്കുന്നില്ല. ഭാര്യയെ ശുദ്ധീകരിക്കുന്ന സ്നേഹത്താൽ സ്നേഹിക്കുക. പ്രൊട്ടക്ടിങ് ഹെർ ഫ്രം ഈവിൾ. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ ഞാൻ തെളിച്ച് ഞാൻ പറയാം. കാണണ്ടാത്ത കാര്യങ്ങൾ അവരെ കാണിക്കുക. For example, pornographic things, immoral things that can create impure thoughts in them. No. ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. No, I will protect my wife from such evil. മൂന്നാമത്തെ കാര്യം 28-ാം വാക്യം. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തുകത്രേ ചെയ്യുന്നത്. കെയറിംഗ് ലവ്, പോറ്റി പുലർത്തുന്ന സ്നേഹം. സാക്രിഫിഷ്യൽ ലവ്, പ്യൂരിഫൈങ് ലവ്, പോറ്റി പുലർത്തുന്നത്. സഹോദരന്മാരെ, പോറ്റി പുലർത്തേണ്ടത് ഭർത്താക്കന്മാരാ. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ വലിയ പ്രശ്നമാണ്. ചെറിയ ഹിന്റ് തരാം. കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ? ഞാൻ ഷോക്ക്ഡാണ്. നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹമല്ല, എവിടാ ജോലി, അത് ഇന്നടത്താ. PR ഉണ്ടോ? ഇല്ലേ കൂടുതൽ മുന്നോട്ട് പോകത്തില്ല. PR ഉണ്ടല്ലോ. PR ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഡിസ്കഷൻ ഇതാ, എത്ര കിട്ടും? ഇതൊക്കെയാണോ കല്യാണം? ഈ പോറ്റി പുലർത്തേണ്ട പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്താ? പുള്ളി ഇവിടെ വന്നേ വലിയ TV സ്ക്രീൻ മേടിക്കും, രാവിലെ തൊട്ട് രാത്രി വരെ പൊട്ടറ്റോ ചിപ്സും കഴിച്ചുകൊണ്ട് അതിൻ്റെ മുന്നേ കിടക്കും. എന്തിയെ സഹോദരി?
അവള് രാവിലെ ജോലിക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താ എക്സ്ട്രായുടെ എടുക്കും, എല്ലാം ഫിനാൻഷ്യലാണ്. കുട്ടികളുണ്ടായാലോ നമ്മളുണ്ട് ബേബി സിറ്റിംഗ്. പിന്നെ അല്ലാതെ ഒരു സിറ്റിംഗ് ഇപ്പോഴുണ്ട്. എങ്ങനെയും തല്ലിക്കൂട്ടി അവിടുന്ന് ഒരു കുടുംബത്തെ ഇങ്ങോട്ട് പിടിച്ചു, ഇവിടുന്ന് ഒരു കുടുംബത്തെ പിടിച്ചു. അച്ചായൻ ഭാഷായി. എങ്ങനുണ്ട്? കല്യാണങ്ങൾ മിക്കതും നടക്കുന്നത് ഇങ്ങനെയാണ്. അതിനകത്ത് ഈ സഹോദരിമാരും മിടുക്കികളാ. പണ്ടൊരിക്കൽ ഒരു ചെറുക്കൻ, അവന് ഒരു ദേശത്താണ്, കല്യാണമൊക്കെ മുറുകി. അവൻ്റെ ഉള്ളത്തിലൊരാഗ്രഹം, അവളോട് സത്യം പറയണം. അവൻ പിടിച്ചോൾ എപ്പോഴും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യും. സത്യം പറയണം കല്യാണത്തിന് മുമ്പ്. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, പിന്നെ ഞാൻ മദ്യപാനിയാ, ഞാൻ വെറിക്കൂത്തി നടക്കുന്നവനാ, ഞാൻ ഉള്ള കാര്യം അങ്ങ് പറയുക. ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു. ഇവള് ശാന്തമായിട്ടിത് കേട്ടു. അതല്ലേ അവിടെ കൃപ. എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞു? അവസാനം പറഞ്ഞു, ഇത് വേറെ ആരോടും പറയണ്ട, കല്യാണം നടക്കട്ടെ. അപ്പം എന്താ അവിടെ ഇൻറ്റൻഷൻ ഇത് കല്യാണം കഴിച്ച് നമുക്ക് എന്താ വിശാലതയുടെ തുറമുഖത്ത് വന്നിട്ട് പിന്നെ ഇവൻ്റെ കൂടെ താമസിക്കണോ വേണ്ടായോ എന്ന് അന്നേരം ചിന്തിക്കാം. വാട്ട് ഈസ് ദിസ്? ഇത് മുഴുവൻ പ്രശ്നത്തിലാണ്. ബൈബിൾ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളല്ല ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലെല്ലാം സാമ്പത്തികമായ ഒരു കരാറ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മകൾക്ക് വേണ്ടി കൊടുക്കാൻ വല്ലതും അല്ലെങ്കിൽ പുരുഷൻ വരുമോ? പുരുഷനോട് ചോദിക്കും, മോനെ എന്താ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ എന്താ? അയ്യോ ഞാൻ എൻ്റെ ഒരു കുഞ്ഞിന് വേണ്ടി, എനിക്കൊരു മോളുണ്ട്, കല്യാണം ആലോചിച്ചു. അപ്പോൾ ഒരുത്തൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഉപദേശി? അയ്യോ നമുക്കൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ വിട്ടില്ല. ഞാൻ അല്പം കൂടെ ഒന്ന് പ്രോബ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, അല്ല എനിക്കൊന്നും വേണ്ട, പിന്നെ ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആഭരണമില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഇത് അപകടമാണ്. ഞാൻ സിൻസിയറായിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ ഭയങ്കര അപകടത്തിലാണ്. ഭാഷക്ക് പ്രവചനപരമുണ്ടോ? ഇല്ല. ബൈബിൾ അനുസരിച്ച് ഞാൻ കാണുന്നതാണ് നിങ്ങളോട് പറയുന്നത്. കാരണം നമുക്കിതൊന്നുമല്ല വാല്യൂസ്. അവൾ ഇവിടെ ജനിച്ചതല്ലേ, അവൾ ഇംഗ്ലീഷേ പറയൂ. പ്രത്യേകിച്ച് നാട്ടിലോച്ച് വരുമ്പോൾ ഇച്ചിരി ഇംഗ്ലീഷ് അങ്ങ് കൂടുകയും ചെയ്യും. മോളെ മനസ്സിലായോടി? യാ. കുടുംബജീവിതത്തിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കണം. ബൈബിളിലെ ദൈവവചനം പറഞ്ഞ് മനസ്സിലാക്കണം. അതിൻ്റെ ശ്രേഷ്ഠത പറയണം. ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ. ഇതിനിടയ്ക്ക് കുറേ എണ്ണം ഐ ഡോണ്ട് വാണ്ട് ടു മാരി. പിന്നെ നീ എന്തോ ചെയ്യും? ഐ ഡോണ്ട് നീഡ് മാരേജ്. ഇവക്കൊക്കെ എന്താണ്? ഒരിക്കൽ എന്നോടൊരു കുട്ടി ചോദിച്ചു, എനിക്ക് ഗിഫ്റ്റ് ഓഫ് സെലിബസി ഉണ്ടോയെന്ന് എന്നോട് ചോദിക്കുക കുട്ടി. ഞാൻ വളരെ ശാന്തമായിട്ട് അവളോട് പറഞ്ഞു, മോളെ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് ബോധ്യമാക്കും എന്നൊക്കെ പറഞ്ഞ് ശാന്തമാക്കി. എന്തോ മനസ്സിളകിയതാ. ഏതായാലും കല്യാണം കഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ, ആൺകുട്ടികളും പെൺകുട്ടികളും we don't want to marry. I will tell you plainly, you are going against the will of God. അല്ല, ഞാൻ പ്രാർത്ഥിച്ച് നോക്കട്ടെ കല്യാണം കഴിക്കണോ ഞാനെന്ന്. എല്ലാവരും കഴിക്കണമെന്നാ ദൈവഹിതം. സെലിബസിയുടെ ഗിഫ്റ്റ് കൊടുത്തവരുണ്ട്. അതൊഴിച്ച് എല്ലാവരും കല്യാണം കഴിക്കണം. ദൈവഹിതമാണത്.
പുരുഷൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് പറയുമ്പോൾ ഇല്ല, നല്ലതാ. യു ആർ എ റിബൽ. ഇതാണ് ഹയർ എഡ്യൂക്കേഷൻ ചെയ്തത്, ഇതാണ് പണം ചെയ്തത്. ഒത്തിരി ആളുകൾക്ക് ഭയങ്കര ദേ ആർ സോ എഡ്യൂക്കേറ്റഡ്. ഇറ്റ് ഡസന്റ് മീൻ എ തിങ് ആക്ച്വലി. ഈ ഹയർ എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് ദേ ഡോണ്ട് നോ ഹൗ ടു ലിവ് ദ ക്രിസ്ത്യൻ ലൈഫ്. മെനി ഓഫ് ദം, some of them are humble enough to follow the pattern of God revealed in the scriptures. വലിയ ആനയാ, പക്ഷെ ആനയ്ക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ വാക്കുകള് ഇവിടെ നിർത്തുകയാണ്. എത്ര, ഐ ഡോണ്ട് നോ, am I on time? എത്ര? ഓക്കെ. സബ്മിസീവ് സഹോദരിമാർ, ലവ്. പുരുഷന്മാരുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷ്മമായി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ പ്രധാന കാര്യമെന്ന് പറയുന്നത് സ്പിരിറ്റ് ഫിൽഡ് ജീവിതമാണ്. ഇവിടെ നറിഷ് ചെയ്യണം. ടേക്ക് കെയറിങ് ഓഫ് ഹർ, കെയറിങ് ലവ്, പോറ്റി പുലർത്തുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത്. നാലാമതൊരു കാര്യം കൂടെ പറയാം. 31-ാം വാക്യം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. സ്ഥിരമായി നിലനിൽക്കുന്ന സ്നേഹം. The two becoming one flesh. മാതാപിതാക്കളോട് പറയാം, ഒരു തിന്മ ഞാൻ കണ്ടത് പറയാം. കല്യാണം കഴിച്ച് ചെറുക്കനും പെണ്ണും കൂടെ പോയി ചെറുക്കൻ്റെ വീട്ടിൽ. രാവിലെ തൊട്ട് അമ്മമാർക്ക് ഫോൺ ചെയ്ത, മോനെ ഇന്ന് എന്താ വാടി കഴിച്ചത്? ഉപ്പുമാവ്. അയ്യോ, എൻ്റെ കുഞ്ഞു ഉപ്പുമാവ് കഴിച്ചു. രണ്ടാം ദിവസവും വിളിക്കും, മൂന്നാം ദിവസവും വിളിക്കും. അങ്ങ് കരഞ്ഞുമൊക്കെ അങ്ങനെ സ്നേഹം. ഒടുവിൽ കയറി കലഹമുണ്ടാക്കി പ്രശ്നമാക്കും. ഈ മാതാപിതാക്കൾക്ക് അറിവുണ്ടാകണം തിരുവെഴുത്തിൽ നിന്ന്. അവരുടെ റോൾ സെക്കൻഡറിയായി, ഡോണ്ട് ഗോ ആൻഡ് മെസ് അപ്പ് വിത്ത് ദ ചിൽഡ്രൻസ് ലൈവ്സ്. എനിക്ക് നേരിട്ടറിയാം. പിള്ളേർ കരയുകയാണ്. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എത്ര കുടുംബങ്ങളെയാണ് ഈ മാതാപിതാക്കൾ തകർത്തത്? അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു. ഇറ്റ്സ് എ സെപ്പറേറ്റ് യൂണിറ്റ്. ഈ അപ്പനെയും അമ്മയും വിടുക, അല്ലെങ്കിൽ അപ്പനെയും അമ്മയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും, അതിൻ്റെ അർത്ഥം ഇനി അവർക്ക് തുള്ളി വെള്ളം കൊടുക്കരുതെന്നുള്ളതല്ല. ചിലർക്കത്, എന്നോട് ഇന്ന് കർത്താവ് ഇടപെട്ടു. അച്ചാച്ചൻ കേട്ടായിരുന്നു അത്? അതിൻ്റെ അർത്ഥം അതല്ല. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, അവരെ വിസിറ്റ് ചെയ്യണം. അവരെ കരുതേണ്ട ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളുടേതാണ്, പിള്ളേരുടേതാണ്. പിന്നെന്താണ് ഇതിൻ്റെ അർത്ഥം? യു ഹാവ് ബിക്കം അനദർ യൂണിറ്റ്. അവരല്ല ഈ യൂണിറ്റിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇറ്റ്സ് എ ന്യൂ ഫാമിലി. ഇമോഷണലി മാറുകയാണ്. അത് വീട് മാറുകൊണ്ട് മാത്രം നടക്കുന്നതല്ല. രണ്ട് ഭാഗത്തുമുള്ള മാതാപിതാക്കളെ ടേക്ക് കെയർ ചെയ്യണം. അല്ലാതെ അവരെ അവോയ്ഡ് ചെയ്യുന്നതല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. What God has joined together, let no man put asunder. They have become one flesh. ഒരുപാട് പേര് ധരിച്ചിരിക്കുന്നത്, അല്ല ഇവിടുത്തെ കാര്യമൊന്നും നമുക്കറിഞ്ഞുകൂടാ, നാട്ടിൽ തന്നെ പറഞ്ഞു, നിനക്ക് അവളെ വേണ്ട, കളഞ്ഞു വാ. പെന്തിക്കോസ്തുകാരൻ ഇങ്ങനെ പറഞ്ഞു. ഐ എം ഷോക്ക്ഡ്.
പ്രിയരെ, ദൈവത്തിൻ്റെ മാതൃക അതല്ല. അല്ല, പക്ഷെ ഭാഷകളുടെ ആ ഭാഷകളോ ഈ ഭാഷ, എനിക്കതല്ല പറയാനുള്ളത്. ഹൗ ഡസ് ഗോഡ് തിങ്ക് അബൌട്ട് ഓൾ ദിസ്? നമ്മൾ വളരെ ഒരു ഓപ്പൺ രാജ്യത്തിലാണ് വന്നിരിക്കുന്നത്. ഹോൾഡ് ഓൺ ടു ദ വാല്യൂസ് ഓഫ് ദ ബൈബിൾ. ഞാനതിൻ്റെ ഒരു ചർച്ചയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. What God has joined together, let no man put asunder. എന്തൊരു നിശബ്ദത! ഇനി ഒരു കാര്യം കൂടെ പറയാം. കല്യാണം കഴിച്ചാൽ ഒരുമിച്ച് താമസിക്കണം, അതിനാ കല്യാണം. അച്ചാച്ചൻ എവിടെ? യുഗാണ്ടയില്ല. സഹോദരി എവിടെ? UK, ന്യൂസിലൻഡ്, എവിടെയില്ല. പിന്നെ എന്തിനാ കല്യാണം കഴിച്ച? അല്ല, എന്നും ഞങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്യും. പണ്ട് ഗൾഫിലൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ. ഗൾഫിലേക്ക് അങ്ങ് അച്ചാൻ പോവുക, പിന്നെ 2-3 വർഷം കഴിഞ്ഞ് വരിക. അതൊന്നും ഒരു ബിബ്ലിക്കൽ ആശയമല്ല. കല്യാണം കഴിക്കുന്നവർ ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം, പരസ്പരം സപ്പോർട്ട് ചെയ്യണം. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ഒരുമിച്ച് കർത്തൃവേലയിൽ വ്യാപൃതരാകുക, അവരുടെ ജീവിതം തലമുറകളെ ചലഞ്ച് ചെയ്യണം. Money is controlling everything now. People will do anything for money. ഇല്ലേ? ഇപ്പൊ പറ, ഒരാൾക്ക് പോകാൻ നോക്കും. അമേരിക്കയിൽ ഒരു ഇതുണ്ട്, ഒരു $25,000 വെച്ച് കിട്ടും, ഒരാഴ്ചത്തെ ഇതിന് കിട്ടും എന്നൊക്കെ പറഞ്ഞ്, അച്ചാച്ചൻ ഞാനേ പോട്ടെ, നമുക്ക് ആദ്യം 2-3 വർഷം കഴിഞ്ഞെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? നോ. ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ കൈ കൊടുത്ത് എന്താണ് ഉഭയസമ്മത വാചകം? പുരുഷൻ ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്കുകൾ: എന്ന ഞാൻ, എന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നിടം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എന്താണ്? ഞാൻ നിന്നെ സ്നേഹിക്കും, പോറ്റിപ്പുലർത്തും എന്ന് വാതുറന്ന് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തെ ഇൻവോക്ക് ചെയ്യും എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. ഉടനെ പ്രധാന ശുശ്രൂഷകൻ പറയും, കർത്താവോ അവൻ്റെ സഭയും ഇതിന് സാക്ഷികൾ. എല്ലാവരും പറയും ആമേൻ. പിന്നെങ്ങനെയാ ഈ 6-ാം മാസത്തിലെ ഉടമ്പടി എന്തായിരുന്നു? What's going on? ദൈവ മുൻപാകെ ഉടമ്പടി എടുത്തത. മലാക്കി പ്രവചനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? I am a witness to that. ദൈവം പറയാ, ഞാൻ അതിന് സാക്ഷിയാണെന്ന്. നമ്മൾ ഓർക്കുന്ന ജോർജ് കുട്ടിച്ചാൻ വന്ന് സൈൻ ചെയ്ത സാക്ഷ്യമാ. അല്ലല്ല. കുഞ്ഞോനച്ചാനും ജോർജ് കുട്ടിച്ചാനും എല്ലാം കൂടെ വന്ന് എന്ത് ചെയ്തു? ഈ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 പേർക്ക് മുന്നോട്ട് വന്ന് എന്ത് ചെയ്യാം? വേറെ ഒരു സാക്ഷിയുണ്ട്. And God is very serious because we invoked the name of the triune God. It is serious. Marriage is very serious. Who cares? നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമുക്കതിന് കൃപ തരും. ആഗ്രഹമുണ്ടോ? കൃപ തരും. ഞാൻ മിക്കയിടത്തും കണ്ടതൊരു കാര്യം കൂടെ പറയാം. ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക,
ഇവൻ മുട്ടുമടക്കി എൻ്റെ അടുത്ത് വരണം. ഭർത്താവ് ഈ വാശിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവിടെ മുട്ടുമടക്കി എൻ്റെ അടുത്ത്, രണ്ടിൻ്റെ മുട്ടുപോക്ക. They are never going to solve their problem. പ്രിയരെ, അങ്ങനെ വലിയ പ്രശ്നത്തിൽ കലാശിച്ച ഫാമിലീസിനെ എനിക്ക് നേരിട്ടറിയാം. എന്ത് നിങ്ങൾ കൗൺസിലറോ എന്താ വേണേ കൊണ്ടുവന്നോ, അവർ തിരിച്ചവരെ കൗൺസിൽ ചെയ്ത് വിടും. പണ്ട് നേരോ കള്ളമോ ആരാണ്ടൊരു ആൾ പറയുന്നത് കേട്ടു. ഒരു പുരോഹിതനാണോ ഉപദേശിയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. വീട്ടിൽ വലിയ കലഹം, അയാൾ കയറി ചെന്നപ്പോൾ നമ്മുടെ ആൻറ്റി ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട്, എന്താ ഇവിടെ? അവർ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഞാൻ പറയുന്ന പോലെ അങ്ങ് പോയേച്ചാ മതി. അങ്ങനുണ്ട്. ഒരു നിലയിലും ചിലത് ഒതുങ്ങുന്നില്ല. അതിനേക്കാൾ എത്ര നല്ല, ലോർഡ് യു ഹാവ് ബോട്ട് us together, we humble ourselves. ഒരു സോറി, ഒറ്റ സോറി പറയേണ്ടടത്താണ് ആ ഈഗോ പ്രശ്ന നിമിത്തം that ends in divorce. Shame. എനിക്കറിയാം മക്കള്, they are tortured. ആ കുഞ്ഞുങ്ങളൊക്കെ എത്ര വികലമായിട്ടാണ് വളരുന്നത്, എത്ര ഭയന്നാണ് അവർ ജീവിക്കുന്നത്. ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. പാപം ലോകത്തിൽ കടക്കുന്നതിന് മുൻപ് ദൈവമാണ് കുടുംബജീവിതത്തെ സ്ഥാപിച്ചത്. And I will tell you, intimacy in the family is a blessing. ദൈവമാണത് തന്നത്. And every immoral practice outside marriage is a sin that God will judge. വലിയ സൂത്രക്കാരുണ്ട് ഇത്. ഞാൻ ഈ സൂത്രക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സൂത്രക്കാര്. അവർക്ക് ഒരു ഇരട്ടത്താപ്പിൽ ജീവിക്കാൻ അറിയാം. ഒരു വശത്ത് ഭാര്യ, ഒരു വശത്ത് വേറെ, അല്ലെ ഭാര്യമാർ, ഒരു വശത്ത് ഭർത്താവ്, ഒരു വശത്ത് വേറെ, ഇങ്ങനെ പോവുക. ഇതൊക്കെ ദൈവത്തിൻ്റെ കടുത്ത ന്യായവിധി വരും. കാരണം ദൈവം സംവിധാനം ചെയ്തതാ ഇത്. ദൈവം അതിനുള്ള ആലോചനകൾ ഈ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. നമ്മളും നമ്മുടെ മക്കളും അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതിലൂടെയാണ് ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നത്. Because I cannot live this life in my natural strength. അതുപോലെ പ്രാർത്ഥന ഒരിക്കലും വിടരുത്. ഞാൻ ചില വിവാഹ വേദികളിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രബോധിപ്പിച്ച കുടുംബങ്ങൾ രണ്ടായിട്ടുണ്ട്. ഞാൻ ഓർത്ത്, if they had just listened to what I had spoken on their wedding day. കേരളത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് പോവുക. UK I don't know. ഞാൻ ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് നിങ്ങളോട് പറഞ്ഞത്. കർത്താവ് ഈ വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കട്ടെ. കേട്ടിട്ട് മാർക്കിട്ടേച്ച് പോകരുത്. ചെക്ക് യുവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവുമായിട്ടുള്ള ബന്ധം, ആ ഊഷ്മള ബന്ധം കൂട്ടിച്ചേർത്ത നാൾ മുതലുള്ളത് ഇപ്പോഴും ഉണ്ടോ? ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്നത് 42 വർഷം മുമ്പുള്ള സ്നേഹം എത്രയോ മടങ്ങ് വർദ്ധിച്ചു. അല്ലാതെ ഇത് കുറഞ്ഞു പോവുകയല്ല. It has increased and increased by the mercy and grace of God. ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും we travel everywhere together. അപ്പൊ ഈ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ? സ്പീക്കിംഗ്, joyfully speaking to one another, discussing everything. ചില ആളുകളൊക്കെ വന്ന്, പാസ്റ്ററെ ഒരു രഹസ്യം ആരോടും പറയും. ഞാൻ പറഞ്ഞു, ജോളിക്ക് കേൾക്കാൻ ഒക്കാത്തതോ കാരണം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ യാത്ര ചെയ്താലും ടുഗദർ സ്പീക്കിംഗ്.
ചില സമയത്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്തമോ മറ്റ് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ when she cannot travel with me, ഞാൻ കാറിനകത്ത് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അസ്വസ്ഥനാകും. ഓ, അങ്ങനെ ആ സ്നേഹബന്ധത്തിൽ we can grow in the Lord. പരസ്പരം ബലപ്പെടുത്തുക, പ്രാർത്ഥിക്കുക ഒരുമിച്ച്. ഇറ്റ്സ് സച്ച് എ ജോയ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം, വിവാഹ ജീവിതം യു ക്യാൻ ഹാവ് എ ടേസ്റ്റ് ഓഫ് എ ലിറ്റിൽ ഓഫ് ഹെവൻ ഓൺ എർത്ത്. പാളിയാൽ യു ക്യാൻ ഹാവ് എ ടേസ്റ്റ് ഓഫ് ഹെൽ ഓൺ എർത്ത്. ഗോഡ് ബ്ലസ് യു.